ഇങ്ങനെ ഈ കലശലായ തലവേദന, സഹിക്കു വയ്യാത്ത കടുത്ത തലവേദന, ഇത് ഒരുപാട് പേര് അനുഭവിച്ചു വരുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ഇതിന് പ്രധാന കാരണം ഇന്നിപ്പോ പണ്ട് കാലങ്ങളെ അപേക്ഷിച്ച് ഈ സ്ക്രീൻ ടൈം കൂടുതലായതാണ് ഒരു സംഗതി. പക്ഷെ ഇത് മാത്രമല്ല കേട്ടോ, ഒട്ടനവധി കാരണങ്ങളുണ്ട്. ഒരുപാട് തരത്തില് പല രീതിയിൽ തലവേദനകൾ വരാം. ഗൗരവതരമായ തലവേദനകളും ഉണ്ട്. എല്ലാ തലവേദനകളും നിസ്സാരമാക്കി തള്ളിക്കളയരുത്. പക്ഷെ നമുക്ക് സ്ഥിരമായിട്ട് വളരെ കാലമായിട്ട് തലവേദന, മൈഗ്രെയിൻ ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നവരാണെങ്കിൽ ഇവർക്ക് ഇങ്ങനെ കൂടെ കൂടെ തലവേദന വന്നിട്ട് അതിങ്ങനെ പരിചിതമായിട്ടുണ്ടാവും. അതായത് ഒന്ന് ഉറക്കമുളച്ച് കഴിഞ്ഞാൽ തലവേദന, അതല്ലെങ്കിൽ ഒന്ന് വെയിൽ കൊണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ തലവേദന, കുറച്ചധികം സമയം കൂടുതൽ മൊബൈൽ നോക്കുകയോ കമ്പ്യൂട്ടർ നോക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തലവേദന വരുന്നു. ഇന്നിപ്പോ ഒരുപാട് പേര് ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ഒന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. കാരണം ഇതുവഴിയാണ് പലരുടെയും തൊഴിൽ സാഹചര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ഇത്തരത്തിൽ സ്ക്രീൻ ടൈം എടുക്കുമ്പോൾ പലർക്കും പല രീതിയിലുള്ള തലവേദന അനുഭവപ്പെടാറുണ്ട്. ഇതിന് തൽക്കാലത്തേക്ക് ഒരു താൽക്കാലിക ആശ്വാസത്തിന് ഒരു പൊടിക്കൈ പോലെ പ്രയോഗിച്ചു നോക്കാവുന്ന 2 ഔഷധ സസ്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താം. മുൻപ് പറഞ്ഞിട്ടുള്ളതുപോലെ ഇതൊരു താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി മാത്രം 2-3 ദിവസത്തേക്ക് ശ്രമിച്ചു നോക്കാവുന്നതാണ്. പൂർണ്ണമായ ആശ്വാസം കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ സമീപിച്ച് വേണ്ടതായ ഔഷധങ്ങളും ഭക്ഷണരീതികളും ശീലിക്കേണ്ടതാണ്. തലവേദനയ്ക്ക് താൽക്കാലിക ആശ്വാസത്തിനായിട്ട് ഇന്ന് പരിചയപ്പെടുന്ന 2 ഔഷധ സസ്യങ്ങളിലെ ആദ്യത്തേത് ഗുഗ്ഗുലു. ഇത് ഒരുപാട് ആയുർവേദ ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ട് ഉപയോഗിച്ചു വരുന്നതാണ്. ഉദാഹരണത്തിന് യോഗരാജ ഗുഗ്ഗുലും, കൈശോര ഗുഗ്ഗുലും, കാഞ്ചനാര ഗുഗ്ഗുലും, യോഷാദി ഗുഗ്ഗുലും, ഇങ്ങനെ പലതരത്തിലുള്ള ഗുഗ്ഗുലു പ്രിപ്പറേഷൻസ് ഗുളിക രൂപത്തില് മിക്കവാറും കഷായ ഔഷധങ്ങൾ നിശ്ചയിക്കുമ്പോൾ അതിന്റെ കൂടെ മേമ്പൊടിയായിട്ട് നിശ്ചയിച്ചു വരാറുണ്ട്. നിങ്ങൾക്ക് പരിചിതമായിരിക്കും. ഇന്ന് നമ്മൾ ഈ തലവേദനയ്ക്ക്, അതായത് ശിരശൂലം എന്നാണ് സംസ്കൃതത്തിലെ ആയുർവേദ ടെക്സ്റ്റുകളിൽ തലവേദനയ്ക്ക് പറഞ്ഞിട്ടുള്ള പേര്. അപ്പോ ഈ ശിരശൂലം അല്ലെങ്കിൽ തലവേദന അനുഭവിക്കുന്നവരാണെങ്കിൽ താൽക്കാലിക ആശ്വാസത്തിനായിട്ട് ഗുഗ്ഗുലു ഏതൊക്കെ രീതിയിൽ പ്രയോഗിക്കണം എന്ന് പറയാം. അതിനു മുൻപായിട്ട് ഈ ഗുഗ്ഗുലു എന്ന് പറയുന്ന ആയുർവേദ ഔഷധത്തിനെ പറ്റി ചെറിയൊരു വിവരണം നൽകാം. ഗുഗ്ഗുലുവിന്റെ ബൊട്ടാനിക്കൽ നെയിം കോമിഫോറ മുകുൾ എന്നാണ്. അതുപോലെ തന്നെ ബെർസറേസെ ഫാമിലിയിൽപ്പെട്ട ഔഷധ സസ്യമാണ്. ഗുഗ്ഗുലു മരത്തിൽ നിന്നും കിട്ടുന്ന അതിന്റെ കറയാണ് നമ്മൾ ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ട് ഉപയോഗിച്ചു വരുന്നത്. തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ബംഗാളിയിലും മലയാളത്തിലും എല്ലാം തന്നെ ഗുഗ്ഗുലു എന്ന് തന്നെയാണ് വിളിക്കുന്നത്. സംസ്കൃതത്തിലും ഗുഗ്ഗുലു എന്ന് തന്നെയാണ് വിളിക്കുന്നത്. പക്ഷെ സംസ്കൃതത്തില് ദേവധൂപ എന്നൊക്കെ ഇതിന് പര്യായ പദങ്ങളുണ്ട്. വേദങ്ങളിലൊക്കെ ഗുഗ്ഗുലു പുകയ്ക്കുന്നത് പിശാചുകളെയൊക്കെ വിട്ടുമാറുന്നതിന്, അതിനായിട്ട് ഗുഗ്ഗുലു പുകയ്ക്കുന്നതായിട്ട് പറയപ്പെട്ടിട്ടുണ്ട് അത്ര. ആയതിനാലാവാം ദേവധൂപം എന്നൊക്കെ പേര് വന്നിട്ടുണ്ടാവുക. ഗുഗ്ഗുലു മരം ഏകദേശം 2.5-3 മീറ്റർ വരെ ഉയരത്തില് വളരാവുന്ന ഒരു മീഡിയം സൈസ് ട്രീ ആണ്. ഒരു ഇടത്തരം വൃക്ഷമാണ്. ഇതിൽ നിന്നെടുക്കുന്ന കറയാണ് നമ്മൾ ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ട് ഉപയോഗിച്ചു വരുന്നത്. ഇനി ഇതിന്റെ ആയുർവേദ പ്രോപ്പർട്ടീസ് പരിശോധിക്കുകയാണെങ്കിൽ തിക്ത, കടു, മധുര രസത്തോട് കൂടിയതാണ് ഗുഗ്ഗുലു. അതുപോലെ തന്നെ ലഘുരൂക്ഷ തീക്ഷ്ണ ഗുണമാണ്, ഉഷ്ണവീര്യമാണ്, കടു വിഭാഗവുമാണ്. ഇതാണ് ഇതിന്റെ ആയുർവേദ പ്രോപ്പർട്ടീസ്. ഇതിന്റെ ഔഷധ ഗുണം പരിശോധിക്കുകയാണെങ്കിൽ വാതദോഷത്തെ ശമിപ്പിക്കുന്നു, കഫത്തെയും ഇല്ലാതാക്കുന്നു, അതുപോലെ തന്നെ വേദനാ സംഹാരിയായിട്ട് പ്രവർത്തിക്കുന്നതാണ്, വ്രണങ്ങളെ ഉണക്കുന്നതിനും കഴിവുണ്ട്. ഗുഗ്ഗുലു ചേർത്ത് തയ്യാറാക്കുന്ന പല ഔഷധങ്ങളും പല കഷായങ്ങൾക്കും മേമ്പൊടിയായിട്ട് പ്രത്യേകിച്ച് ആമവാദം, സന്ധിഗതവാദം, രക്തവാദം എന്നീ രോഗങ്ങളിൽ പ്രയോഗിച്ചു വരുന്നുണ്ട്. ആയുർവേദ ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻസിൽ ഗുഗ്ഗുലു ചേർത്തതായ ഔഷധങ്ങൾ ഒട്ടുമിക്കതും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ഗുഗ്ഗുലു മരത്തിൽ നിന്നുള്ള കറ, അതിന്റെ പശ, ഇത് പുകച്ചാല് അതിന്ന് വരുന്ന പുകയ്ക്ക് അണുനാശക ശക്തി ഉള്ളതായിട്ട് പറയപ്പെടുന്നു. ഉദാഹരണത്തിന് പലതരത്തിലുള്ള വൈറൽ രോഗങ്ങളൊക്കെ ബാധിക്കുമ്പോൾ ഗുഗ്ഗുലു ആ രോഗി കിടക്കുന്ന മുറിയിൽ പുകയ്ക്കുകയാണെങ്കിൽ ആ അണുക്കള് മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കുന്നതിനും പടരാതിരിക്കുന്നതിനും സഹായകരമാണ്. ഗുഗ്ഗുലുവിന് ഈ കഫദോഷത്തെ ശമിപ്പിക്കുന്നതിന് കഴിവുള്ളതുകൊണ്ട് അതിസ്ഥൗല്യം പോലുള്ള രോഗാവസ്ഥകൾ ചികിത്സിക്കുമ്പോഴും പ്രമേഹ രോഗികളെ ചികിത്സിക്കുമ്പോഴും ഗുഗ്ഗുലു ചേർത്ത് ഉപയോഗിച്ചു വരാറുണ്ട്. ഗുഗ്ഗുലു ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സംഗതി, ഇത് ശുദ്ധി ചെയ്ത് വേണം ഉപയോഗിക്കാനായിട്ട്. ഏകദേശം 1 ഗ്രാം മുതൽ 2 ഗ്രാം വരെ മാക്സിമം എടുക്കാവുന്നതാണ്. ഇത് കഴിക്കാനായിട്ട് ഏത് രീതിയിൽ പ്രയോഗിക്കണം എന്ന് പറയാം. ഇത് കഴിക്കാനായിട്ട് ഏകദേശം തിളപ്പിച്ചാറിയ പാല്, പശുവും പാല് 90 മില്ലി, അതിലേക്ക് 1 ഗ്രാം മാക്സിമം 2 ഗ്രാം ശുദ്ധി ചെയ്ത ഗുഗ്ഗുലു കലക്കി ചേർത്തിട്ട് കാലത്തും രാത്രിയും ഭക്ഷണത്തിന് മുൻപ് പതിവായിട്ട് സേവിക്കാവുന്നതാണ്. ഈ രീതിയിൽ ഗുഗ്ഗുലു ഉപയോഗിക്കുകയാണെങ്കിൽ ഈ തുടർച്ചയായിട്ടുള്ള സൈനുസൈറ്റിസ് വഴി ഉണ്ടാകുന്ന മൂക്കടപ്പും തുമ്മലും ജലദോഷവും മൂക്കൊലിപ്പും അതുപോലെ തന്നെ ശിരശൂലം, അതായത് ഇതിനോടനുബന്ധിച്ചുണ്ടാകുന്ന തലവേദനയും ശമിക്കുന്നതിന് സഹായകരമാണ്. വേദനാ സംഹാരിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, വാതദോഷത്തെ ശമിപ്പിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട്, അതുപോലെ തന്നെ കഫദോഷ സംബന്ധിയായിട്ടുള്ള രോഗാവസ്ഥകളും പ്രയോഗിക്കാവുന്നതാണെന്ന് പറഞ്ഞു വെച്ചിട്ടുള്ളത് കൊണ്ട് ശിരസിനെ ആശ്രയിച്ച് കഫസ്ഥാനത്തുണ്ടാവുന്ന വേദനകൾ അവിടെ വാദം വർദ്ധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ രീതിയിൽ ഗുഗ്ഗുലു ശുദ്ധി ചെയ്ത് ഗുഗ്ഗുലു പാലിൽ കലക്കി കഴിക്കുകയും അതുപോലെ ഗുഗ്ഗുലു പുകച്ച പുകയേൽക്കുകയും ചെയ്യുന്നത് ഈ തലവേദന ശമിക്കുന്നതിനും ഈ മൂക്കടപ്പും ജലദോഷവും മൂക്കൊലിപ്പും സൈനുസൈറ്റിസ് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ശമിക്കുന്നതിന് താൽക്കാലിക ആശ്വാസം കിട്ടുന്നതിന് സഹായകരമാണ്. നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. തലവേദനയ്ക്ക് ഉപയോഗിക്കാനായിട്ട് ഇന്ന് പറയാൻ പോകുന്ന 2ാമത്തെ ഔഷധ സസ്യം നിങ്ങൾക്ക് വളരെ സുപരിചിതമാണ്, എല്ലാ വീടുകളിലും ഉണ്ടാവുന്നതാണ്. നമ്മൾ കറി വയ്ക്കാനും തോരൻ ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിച്ചു വരുന്നതാണ്. മറ്റൊന്നുമല്ല, മുരിങ്ങ ഒലിഫെറ എന്നാണ് ബൊട്ടാനിക്കൽ നെയിം. മുരിങ്ങേസെ ഫാമിലിയാണ്. ഷിഗ്രു എന്നാണ് ഇതിന്റെ പേര്. മുരിങ്ങയുടെ ഒരു ഭാഗവും കളയാനില്ല. അതായത് വേരായാലും
തൊലിയായാലും കായകളായാലും പൂക്കളായാലും ഇലയായാലും ആ കായ്ക്കകത്തുണ്ടാകുന്ന കുരുക്കളായാൽ പോലും ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട്. മുരിങ്ങയിലയെ പറ്റി നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഒക്കെ ഇവിടെ കൊടുക്കാൻ നിങ്ങൾ തീർച്ചയായിട്ടും കയറി കാണേണ്ടതാണ്. ഇതിന്റെ മുരിങ്ങ ഇലയിൽ ധാരാളം വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുള്ളതായിട്ട് പറയപ്പെടുന്നു. ഇനി ഇതിന്റെ ആയുർവേദ പ്രോപ്പർട്ടീസ് പരിശോധിക്കാം. മുരിങ്ങയുടെ രസം കടു കഷായ തിക്തരസത്തോടു കൂടിയതാണ്. അതുപോലെ തന്നെ മുരിങ്ങയുടെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ ലഘു രൂക്ഷ തീക്ഷ്ണ സര ഗുണത്തോടു കൂടിയതാണ്. ഉഷ്ണവീര്യമാണ്, കടു വിഭാഗമാണ്. ഇനി നമുക്ക് മുരിങ്ങ കൊണ്ടുള്ള ചില ഔഷധ പ്രയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. പ്രധാനമായിട്ടും നീര് വറ്റിക്കുന്നു, ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്. രക്തസമ്മർദ്ദം, ഹൈപ്പർ ടെൻഷൻ ക്രമീകരിച്ച് നിർത്തുന്നതിന് സഹായകരമാണ്. മുരിങ്ങയുടെ തൊലിയും വേരും ചെത്തിയെടുത്ത് കഷായം വെച്ച് കുടിപ്പിക്കാറുണ്ട്. അതായത് തീരെ വിയർപ്പില്ലാതിരിക്കുന്ന രോഗാവസ്ഥകളുണ്ട്. നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള മലങ്ങള് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നത് വിയർപ്പായിട്ടും മലമായിട്ടും മൂത്രമായിട്ടുമാണ്. അപ്പോൾ തീർത്തും വിയർപ്പില്ലാത്ത ഒരു അവസ്ഥയുണ്ടെങ്കിൽ വളരെ കാലം ഇത്തരം ഒരു പ്രശ്നം അനുഭവിക്കുന്നവരാണെങ്കിൽ പിന്നീട് അത് മറ്റു പല രോഗാവസ്ഥകളായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് വിയർപ്പുണ്ടാകുന്നതിനായിട്ട് മുരിങ്ങയുടെ വേരും തൊലിയും ചേർത്ത് കഷായം വെച്ച് സേവിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ മുരിങ്ങ ഒരു വേദനാ സംഹാരിയായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. കൃമിഹരത്വമുണ്ട്. അതായത് പലതരത്തിലുള്ള വ്രണങ്ങളെയും വിഷത്തെയും കൃമിയെയും ശമിപ്പിക്കുന്നതിന് മുരിങ്ങ പര്യാപ്തമാണ്. ഇനി നമുക്ക് ഈ മുരിങ്ങ തലവേദന ശമിപ്പിക്കുന്നതിനായിട്ട് എങ്ങനെ പ്രയോഗിക്കാൻ നോക്കാം. കഫജമായിട്ടുള്ള ശിരോരോഗങ്ങൾ, കഫജമായിട്ടുള്ള തലവേദന, ശിരസിന്റെ സ്ഥാനം കഫദോഷം അധികരിച്ചിരിക്കുന്ന സ്ഥാനമാണ്. അപ്പൊ അതുകൊണ്ട് ശിരസിനെ ആശ്രയിച്ച് കഫദോഷം വർദ്ധിച്ചുണ്ടാകുന്ന തലവേദനയിൽ നമുക്ക് ഇത് പ്രയോഗിച്ച് നോക്കാവുന്നതാണ്. മുൻപ് പറഞ്ഞ പോലെ താൽക്കാലിക ആശ്വാസത്തിനായിട്ട് 2-3 ദിവസം പ്രയോഗിച്ചു നോക്കിയിട്ട് ആശ്വാസം കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ സമീപിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇത് ശിരശൂലം അഥവാ തലവേദന പലതരത്തിലുള്ള തലവേദനകൾക്ക് മാത്രമല്ല അർദ്ദിതം, ഫേഷ്യൽ പാൾസി പോലുള്ള രോഗാവസ്ഥകളിലും പ്രയോഗിച്ചു നോക്കാവുന്നതാണ്. അതിനായിട്ട് മുരിങ്ങയുടെ കുരു നിഴലിൽ ഉണക്കി പൊടിച്ചെടുക്കണം. എന്നിട്ടത് നന്നായിട്ട് ശീലപ്പൊടിയാക്കി അരിച്ചെടുത്തതിന് ശേഷം നല്ല സൂപ്പർ ഫൈൻ പൗഡർ ആയിരിക്കണം. തരികളില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. എന്നിട്ട് അത് ഓരോ നുള്ളു വീതം ദിവസേന രാവിലെ 2 മൂക്കിലും നസ്യം ചെയ്യുകയാണെങ്കിൽ ചൂർണ നസ്യം എന്ന് പറയും. ഇത് പതിവായിട്ട് ശീലിക്കുകയാണെങ്കിൽ ശിരസിനെ ആശ്രയിച്ചുണ്ടാകുന്ന കവചമായിട്ടുള്ള തലവേദന ശമിക്കുന്നതിന് സഹായകരമാണ്. അതുപോലെ തന്നെ അർദ്ദിതം അഥവാ ഫേഷ്യൽ പാൾസി എന്ന രോഗവും നിയന്ത്രിക്കുന്നതിന് സഹായകരമാണ്. നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇത്തരം ആയുർവേദ ഔഷധ സസ്യങ്ങളെ പറ്റിയും ശിരശൂലം അഥവാ തലവേദനയെ പറ്റിയും നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോകളുടെ ലിങ്ക് ഇവിടെ കൊടുക്കാം. നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഞാൻ ഡോക്ടർ സേവ്യർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.